നമസ്കാരം. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസ് ഒന്നും അല്ല, കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാണേ. അപ്പോഴേ നമ്മൾ പരീക്ഷ എടുക്കുമ്പോൾ കുറച്ച് ഡെസ്പ് ആവാറുണ്ട്. പഠിച്ചു തീർന്നില്ല, പിന്നെ പരീക്ഷയിൽ പഠിച്ചതൊക്കെ വരുമോ, അല്ലെങ്കിൽ ആ സമയത്ത് ഓർമ്മ കിട്ടുമോ, ഞാൻ പഠിച്ച രീതിയിൽ തന്നെ ആയിരിക്കുമോ വരുന്നത്, അതൊക്കെ എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻസ് ആണ്. എനിക്കും ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ. ഞാനും ഈ വഴിയൊക്കെ കടന്നു വന്ന ആളാണ്. എനിക്കും ഉണ്ട് എപ്പോഴും ആ കൺഫ്യൂഷൻ. നമ്മളിപ്പോൾ PSC എക്സാം ആയാലും മറ്റേത് എക്സാംസ് ആയാലും പരീക്ഷ അടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു കൺഫ്യൂഷനും ടെൻഷനും, അതുപോലെ ബാക്കി എല്ലാവരും പ്രിപ്പയർ ചെയ്ത് കാണുമോ, അതുപോലെ ഞാൻ പഠിച്ചത് അതുവരെയൊക്കെ എത്തിക്കാണോ, അതൊക്കെ എല്ലാവരുടെയും മനസ്സിലൂടെ പോകുന്ന ചിന്തകളാണ്. ആ സമയത്താണ് നമുക്ക് കുറച്ച് മോട്ടിവേഷൻ, അല്ലെങ്കിൽ നമ്മളെ സമാധാനിപ്പിക്കാൻ, നമുക്ക് കുറച്ച് ഊർജം തരാൻ, എനർജി തരാൻ ആരെങ്കിലും ഒക്കെ ഒന്ന് വേണ്ടേ എന്ന് തോന്നിപ്പോകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതേ, ആരെങ്കിലും എനർജി തന്നിട്ട് വേണോ നമുക്ക് എനർജി കിട്ടാൻ? നമ്മളൊന്ന് ചുറ്റുപാട് നോക്കിയാൽ പോരെ. നമുക്ക് മോട്ടിവേഷൻ കിട്ടാനുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും ഉള്ളത്. ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിലെ സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ കുത്തുവാക്കുകളായിരിക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ മോട്ടിവേഷനാണ്. ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെള്ളം സിനിമയിൽ പറഞ്ഞിട്ടില്ലേ, അത് കറക്റ്റാണ്. ഇൻസൾട്ട് ആയവൻ മാത്രമേ ജീവിതത്തിൽ വിജയം നേടിയിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ചാനലിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരുപാട് PSC ചാനൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീഷനുള്ള ഇതിലോട്ടാണ് ഞാൻ കടന്നു വന്നത്. അപ്പോൾ അങ്ങനെ വന്നൊരു ന്യൂ കമ്മർ എങ്ങനെ ഇത്രയും വരെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ നേടി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, അപ്പം നിങ്ങളിപ്പം എൻ്റെ വീഡിയോസ് കാണുന്നത് കുറച്ചൊക്കെ പേർക്കൊക്കെ എന്നെ അറിയാമെന്നുള്ളത് കൊണ്ടാണ്. അതുവരെ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമെന്നുള്ള രീതിയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് കൺസിസ്റ്റൻസി എന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വ്യൂസ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് വീഡിയോ ഇട്ടു. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തിയപ്പോഴത്തേക്കും അതങ്ങ് കയറി. അങ്ങനെ കൺസിസ്റ്റൻസിയാണ് എപ്പോഴും വേണ്ടത് എല്ലാ കാര്യവും. അത് ഇപ്പം പഠിത്തം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലായാലും ഒരു കാര്യം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ അത് ചെയ്യണം. എത്രയൊക്കെ പുറത്തുനിന്നൊക്കെ ഇങ്ങനെ പ്രഷർ വന്നാലും, ആരൊക്കെ മടുപ്പിക്കാൻ നോക്കിയാലും, ഒരുപാട് ഇങ്ങനെ പിള്ളേർ മെസ്സേജ് ചെയ്യാറുണ്ട്, ഇനിയൊക്കെ PSC പഠിച്ചാൽ കിട്ടുമോ, അല്ലെങ്കിൽ ഈ രീതിയൊക്കെ മാറിയില്ലേ, എനിക്കൊക്കെ കിട്ടുമോ. അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഒഴുക്കിനനുസരിച്ച് നീങ്ങാം. ഇപ്പോൾ എന്താണോ ട്രെൻഡ്, ആ ട്രെൻഡ് മനസ്സിലാക്കി വേണം നമ്മളെപ്പോഴും മുന്നോട്ട് പോകാൻ. അത് ഏത് കാര്യമായാലും, അത് ഏത് ഫീൽഡായാലും, ഇപ്പോൾ ആൾക്കാർക്ക് എന്താണോ വേണ്ടത് അത് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഇപ്പോൾ PSCയുടെ കാര്യമായാലും, PSCക്ക് ഇപ്പോൾ എന്താണ് നമ്മളിൽ നിന്ന് വേണ്ടത്, ഏത് ടൈപ്പിലെ ആൾക്കാരാണ് PSCക്ക് വേണ്ടത്, അല്ലെങ്കിൽ അവരൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഏത് ടൈപ്പ് ആൾക്കാരെയാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, ആ കഴിവ് നമുക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അവർ സിലബസിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയത്, അതുപോലെ 2 ഘട്ട പരീക്ഷയാക്കിയത്. ഇതിൽ ഏറ്റവും നല്ലത് ബെസ്റ്റിനെ ചൂസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് PSC ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്തിയത്. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും. ബെറ്ററിൽ നിന്ന് ബെസ്റ്റിനെയാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ പോലും ഏറ്റവും നല്ല റിവ്യൂ ഉള്ള സാധനം നോക്കി നമ്മൾ വാങ്ങാറുള്ളൂ. റേറ്റിംഗ് നോക്കും. ഇപ്പം ഓൺലൈനിൽ നമ്മൾ സാധനം വാങ്ങുമ്പോൾ റേറ്റിംഗ് നോക്കും. ഏറ്റവും റേറ്റിംഗ് കൂടിയത്, അല്ലെങ്കിൽ ഏറ്റവും ആൾക്കാർ റിവ്യൂ ഇട്ടിട്ടുള്ള സാധനമേ നമ്മൾ വാങ്ങത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. നമ്മളൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കും നമ്മളെ ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ, ഞാൻ തന്നെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാവരും യൂട്യൂബ് അങ്ങനെയൊക്കെ, പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി തുടങ്ങി എന്ന് അറിയുമ്പോഴത്തേക്കും ആ ഒരു രീതിയിൽ വ്യത്യാസം വരും. അപ്പോൾ ആദ്യത്തെ പീരീഡ് എന്ന് പറയുന്നത് സ്ട്രഗ്ലിംഗ് പീരീഡാണ്. ആ സ്ട്രഗ്ലിംഗ് പീരീഡ് നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അത് എന്ത് കാര്യമായാലും ആദ്യം ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയാണ്. അത് തരണം ചെയ്ത് മുന്നോട്ട് വരുന്നവരാരോ അവനാണ് വിജയി. അപ്പോൾ ഉദാഹരണം, ഒരു വിത്ത് നമ്മൾ കുഴിച്ചിട്ടു. അപ്പോൾ നമ്മൾ എന്നും വെള്ളം ഒഴിക്കുന്നുണ്ട്, അത് വളരുന്നില്ല. കുറേ നാൾ വെള്ളം ഒഴിച്ചു, അതിനൊരു അനക്കവും ഇല്ല. അപ്പോൾ നമ്മൾ ഇട്ടിട്ട് പോയി എന്ന് വിചാരിക്കാം. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു. 5ാമത്തെ വർഷമായപ്പോൾ ആ വിത്തിൽ നിന്ന് മുള പൊട്ടി തുടങ്ങി. അത് വളർന്ന് പടുകുട്ടൻ ചെടിയായിട്ട് മാറി. അതെന്താ, ഈ 5 വർഷം അത് എന്ത് ചെയ്യായിരുന്നു? അതിന്റെ അടിസ്ഥാനം അവിടെ ഉറപ്പിക്കുകയായിരുന്നു. അതിന് മുന്നോട്ട് വളർന്നു പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം, അതിന്റെ ബേസ്മെന്റ് അതവിടെ സെറ്റ് ചെയ്യായിരുന്നു. അത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. പയ്യെ ഉള്ള പ്രോഗ്രസ് ആണ് ഏറ്റവും നല്ല രീതിയിലുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പ്രോഗ്രസ്സിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഉടനടി ചെന്ന് എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, എനിക്ക് വിജയിക്കണം, ഞാൻ അത് ചെയ്തു, എന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ. ക്ഷമ വേണം. നമ്മളൊന്ന് പയ്യെ എല്ലാം പയ്യെ കിട്ടത്തുള്ളൂ. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ ഒന്നുമില്ലാതെ വെറും കൈയോടെയാണ് വന്നത്. ബാക്കി ഇവിടുന്ന് കിട്ടുന്ന എല്ലാം നമുക്ക് ബോണസാണ്. നമുക്ക് അച്ഛനെ കിട്ടി, അമ്മയെ കിട്ടി, സഹോദരങ്ങളെ കിട്ടി, കൂട്ടുകാരെ കിട്ടി, പിന്നെ നല്ലൊരു ജീവിതം കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണറെ കിട്ടി, നല്ലൊരു ജോലി കിട്ടി, നമ്മൾ സമ്പാദിച്ചു. ഇതൊക്കെ
എന്താ ഇതൊക്കെ ബോണസുകളാണ്, നമുക്ക് കിട്ടുന്ന ബോണസുകളാണ്. ഇതൊന്നും നമ്മൾ കൊണ്ടുപോകാനും പോകുന്നില്ല, നമ്മൾ വന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ എനിക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, കിട്ടി എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് ജയിച്ചതും ഇല്ല. ഇനിയും ഒരുപാട് ഈ ഭൂമിയിൽ ഒരുപാട് നേടാനും ഉണ്ട്. പിന്നെ ഗവൺമെൻറ് ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലാം ആയോ, ഞാൻ എല്ലാം നേടി, ഗവൺമെൻറ് ജോലി കിട്ടി, എല്ലാവരും ചോദിച്ചാൽ ഞാൻ ഗവൺമെൻറ് ജോലിക്കാരനാണ്. പക്ഷേ അയാളുടെ ജീവിതം എല്ലാം നേടിയൊരു ജീവിതമാണോ? അയാൾക്ക് പ്രാരാബ്ദങ്ങളുണ്ട്, പിന്നെ അങ്ങോട്ട് പ്രാരാബ്ദങ്ങളായി. ലോൺ എടുക്കുക, വീട് വെക്കുക, വണ്ടി വാങ്ങുക, പിള്ളേരുടെ കാര്യമായി, എല്ലാം പ്രാരാബ്ദങ്ങളാണ്. അപ്പോൾ എല്ലാത്തിനോടും നമ്മൾ കടപ്പെട്ടിരിക്കുക. അപ്പോൾ എല്ലാ കാലത്തും നമ്മുടെ ലൈഫിൽ നേരിടുന്ന ഓരോ സ്റ്റേജിലും ഓരോരോ പ്രശ്നങ്ങളുണ്ടായിരിക്കും. നമ്മളിപ്പോൾ സ്കൂൾ ടൈമിൽ പഠിക്കുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ആ പരീക്ഷ ജയിക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് നല്ല മാർക്ക് വാങ്ങണം എന്നുള്ള ചിന്തയാണ്. പഠനം കഴിഞ്ഞാൽ ജോലി, എങ്ങനെയെങ്കിലും ജോലി കിട്ടണം എന്നുള്ളതാണ്. ജോലി കിട്ടിക്കഴിഞ്ഞാലോ അടുത്ത ലൈഫ് സെറ്റിൽ ആക്കാനുള്ള തന്ത്രപ്പാടിലാണ് എപ്പോഴും മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ വീണ് പോയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ആര് ചെയ്യും, അല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാനും നമ്മൾ തന്നെ വേണ്ടേ? അപ്പോൾ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും അത് കരുത്തോടെ തന്നെ നേരിടണം. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, അത് നമ്മൾ അങ്ങനെ നേരിട്ടങ്ങ് പോവും. പല പല പ്രശ്നങ്ങളുണ്ട്, പേഴ്സണലായിട്ടും അല്ലാതെയും പല പല പ്രശ്നങ്ങളുണ്ട്. അത് ചിരിച്ചുകൊണ്ട് നേരിടണം. നമുക്ക് നേരിടാൻ പറ്റാത്തതായിട്ട് ഈ ലൈഫിൽ യാതൊരു പ്രശ്നവും വരാറില്ല, എല്ലാം തരണം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. എന്തൊരു ചിന്ത വന്നാലും നമ്മുടെ ഉൾക്കരുത്ത്, എത്ര വലിയ അസുഖം വന്നാലും നമുക്ക് ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ അതിനെ നേരിടാൻ പറ്റും. നമ്മൾ പറയുന്ന പോലെ ആയിരിക്കും നമ്മുടെ ശരീരവും മനസ്സും കേൾക്കുന്നത്. അതനുസരിച്ച് അങ്ങ് മുന്നോട്ട് പോയാൽ മതി. നിങ്ങൾക്ക് സക്സസ് എന്തായാലും നിങ്ങളെ തേടി വരും. നിങ്ങളൊരു കാര്യം ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ റിസൾട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇങ്ങനെ പഠിച്ചു പോയാൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ലിസ്റ്റിൽ വരുമോ, അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന 101% ഇട്ട് നോക്കൂ, റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും. അതിപ്പോൾ പരീക്ഷയുടെ കാര്യമല്ല, മറ്റേത് കാര്യമായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അതിലേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ വേറെ പറയാനുള്ള, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ സേഫായിട്ട് നിൽക്കുവാണ്, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി, സാലറി ഉണ്ട്, അങ്ങനെ പോവാണ്, സേഫായിട്ടുള്ള ഇത് പോവാണ്. നിങ്ങളൊന്ന് കുറച്ചും കൂടെ മുകളിലോട്ട് ചിന്തിക്കണം. അടുത്ത സ്റ്റെപ്പ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചിന്തിക്കാം. ഇപ്പോൾ സർക്കാർ ജോലി അല്ലല്ലോ എല്ലാം, സർക്കാർ ജോലി വേണ്ട, ബാക്കി എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സർക്കാർ ജോലി അല്ലല്ലോ എല്ലാം, സർക്കാർ ജോലി വേണ്ട, ബാക്കി എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അതിനേക്കാളും ഡബിളും ട്രിപ്പിളും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്, അതൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ഇൻട്രസ്റ്റ് സർക്കാർ ജോലിയിലേക്കാണോ എന്ന് ചിന്തിക്കുക. പറ്റുന്നില്ലെങ്കിൽ പോവുക, അത്രയേ ഉള്ളൂ. നമുക്ക് പറ്റാത്ത പണിയാണെങ്കിൽ അടുത്ത പണി നോക്കുക, അങ്ങനെ അങ്ങ് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടുന്ന എല്ലാം ബോണസാണ്. നമുക്ക് ഒന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതായിരിക്കത്തില്ല എൻ്റെ വഴി, അടുത്ത വഴി ചൂസ് ചെയ്യുക, നിങ്ങളുടെ ഇൻട്രസ്റ്റ് കണ്ടെത്തുക. ഈ കൊറോണ ടൈമിൽ തന്നെ ഓരോരുത്തർ അവരവരുടെ ഉള്ളിൽ കിടക്കുന്ന എന്തെല്ലാം കഴിവുകളാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. അവർ പോലും അറിഞ്ഞു കാണത്തില്ല അവർക്ക് ഇത്രയൊക്കെ കപ്പാസിറ്റി ഉണ്ടെന്ന്. അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. അത് ഞാൻ പറഞ്ഞ ഗോ വിത്ത് ദ ട്രെൻഡ്. ഇപ്പോൾ എന്താണോ സമൂഹത്തിന് വേണ്ടത്, ഇപ്പം ഏത് ടൈപ്പ് ആൾക്കാരെയാണോ വേണ്ടത്, ആ ടൈപ്പിലേക്ക് നിങ്ങളൊന്ന് മാറാൻ വേണ്ടി ശ്രമിക്കൂ. നിങ്ങൾക്ക് എന്തായാലും വിജയം ഉണ്ടായിരിക്കും. ഞാൻ മോട്ടിവേഷൻ പറയാൻ അത്രയൊന്നും അല്ല, നിങ്ങളെപ്പോലുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങളെ ഡ്രസ് പിടിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പരീക്ഷ വന്നാൽ നേരിടുക. നമ്മൾ ഇത്രയും പഠിച്ചില്ലേ, അത് വെച്ചിട്ട് റിവൈസ് ചെയ്ത് നേരിടുക. റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. നിങ്ങൾ അതിലേക്ക് നിങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. പിന്നെ കിട്ടിയില്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതല്ലെങ്കിൽ വേറെ വഴി, അത്രയേ ഉള്ളൂ. അങ്ങനെ അങ്ങ് ചിന്തിച്ചങ്ങ് പോയാൽ മതി, കൂളായിട്ട് അങ്ങ് പോയാൽ മതി. പിന്നെ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് എനിക്കും തോന്നി തുടങ്ങിയത് ഈ ഇൻസൾട്ട് കൊണ്ട് തന്നെയാണ്. പിന്നെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. ഞാൻ എപ്പോഴും പഠിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ കൊണ്ട് പറ്റത്തില്ല. എപ്പോഴും ഞാൻ TV കാണും, അതുപോലെ യാത്ര, ഹസ്ബൻഡുമായിട്ടൊക്കെ യാത്ര പോവും, അങ്ങനെയൊക്കെ സമയം കണ്ടെത്തിയിട്ട് ബാക്കിയുള്ള സമയമാണ് ഞാൻ എൻ്റെ ജോലിക്കും അതുപോലെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ. ഞാൻ ഫാമിലിക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. നമ്മൾ ചെയ്യുന്ന കാര്യം കൊണ്ട് അവരെ അഫക്റ്റഡ് ആവാൻ പാടില്ല. അപ്പം അവർ കൂടി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം. അങ്ങനെ നമുക്ക് ലൈഫ് ബെറ്റർ ആക്കി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം വരട്ടെ, നമുക്ക് നേരിടാം. അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. ഡിഗ്രി പ്രിലിംസിന്റെ 2ാം ഘട്ട പരീക്ഷ നടക്കാൻ പോവാ 19-ാം തീയതി. പഠിച്ചോണം. ക്ലാസ്സുകളെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ 1ാം ഘട്ട പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുള്ളായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വജ്ര ജൂബിലി വിശേഷൽ പതിപ്പില്ലേ, അതിൽ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലതാണേ. അതായത് അതിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലല്ലാതെ നിങ്ങൾ റിലേറ്റഡ് ഫാക്ട്സും കൂടെ ആ രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതൊന്ന് പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി നോക്കാം. റിലേറ്റഡ് ഫാക്ട്സ് വളരെ യൂസ്ഫുൾ ആണ്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് ഈ റിലേറ്റഡ് ഫാക്ട്സ്. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ് ആണ്. എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു മാർഗ്ഗമാണ് അത്. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. പിന്നെ മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി. നമ്മുടെ ചുറ്റും തന്നെ നമ്മുടെ എന്തെല്ലാം സാഹചര്യങ്ങളുണ്ട് നമ്മളെ മോട്ടിവേറ്റഡ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട്.
അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ മോട്ടിവേഷൻ. അതൊക്കെ മോട്ടിവേഷനായിട്ട് എടുക്കാം. പിന്നെ ആരെന്ത് പറഞ്ഞാലും ഇതിലേ കേട്ട് ഇതിലേയും കളഞ്ഞാൽ മതി. അവരായിട്ട് നമുക്കൊന്നും തരാൻ പോകുന്നില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളേ. അതൊന്ന് മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.